മക്കളുടെ ത്രിലിംഗദേശം അഥവാ തെലങ്കാന. അവിടെ അധികായരായ രണ്ട് നേതാക്കൾ. ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയെ വേർപെടുത്താൻ തെലുങ്ക് ജനങ്ങളുടെ കൂടെ നിന്ന തെലങ്കാന ഗാന്ധി എന്നറിയപ്പെടുന്ന കൽവകുണ്ടല ചന്ദ്രശേഖര റാവു അഥവാ KCR. മറുവശത്ത് തെലങ്കാനയുടെ ജനനം മുതൽ ശക്തമായ വേരുകൾ ഉറപ്പിച്ച KCRന്റെ മൂന്നാം തവണയിലെ മുഖ്യമന്ത്രി മോഹം തകർത്തെറിഞ്ഞു വന്ന ഒരു 54-കാരൻ, തെലുങ്ക് മക്കളുടെ രേവന്ത് അണ്ണ അഥവാ അനുമൂല രേവന്ത് റെഡ്ഡി. നിലവിൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും കഴിഞ്ഞ 2 തവണ ഭരണത്തിലിരുന്ന KCRന്റെ BRSും തന്നെയാണ് തെലങ്കാനയിലെ പ്രബലമായ 2 രാഷ്ട്രീയ പാർട്ടികൾ. എന്നാൽ ചോദ്യം അതല്ല, ഈ വട്ടത്തെ തെലങ്കാന ലോക്സഭാ ഇലക്ഷനിൽ ആരാവും ജയിക്കുക? കേന്ദ്രത്തിൽ ശക്തി ഉറപ്പിച്ച BJPക്ക് ഇവിടെ എന്താവും സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയാവും ഈ തവണ തെലുങ്ക് മണ്ണ് വിധി എഴുതുക? വരൂ നോക്കാം. തെലങ്കാനയിൽ ആകെയുള്ളത് 17 മണ്ഡലങ്ങൾ. തെലങ്കാന രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ ദേശീയ തിരഞ്ഞെടുപ്പായിരുന്നു 2019 നടന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞകാല കണക്കുകൾക്ക് ഇവിടെ പ്രസക്തി കുറവാണ്. എന്നിരുന്നാലും നമുക്ക് ആ 2019 ലോക്സഭാ ഇലക്ഷൻ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. TRS അഥവാ ഇന്നത്തെ BRS. ഈ TRSനാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത്. 9 സീറ്റുകൾ, അതായത് വോട്ട് ഷെയറിന്റെ ഏതാണ്ട് 41%. എന്നാൽ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസിന് അന്ന് വെറും 3 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. രണ്ടാം സ്ഥാനം BJPക്കാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്, അതും 4 സീറ്റുകൾ. പിന്നീടുള്ളത് AIMIM ആണ്, അതും 1 സീറ്റ് മാത്രം. ഹൈദരാബാദിൽ നിന്ന് ജയിച്ച ഒവൈസിയുടേതായിരുന്നു ആ സീറ്റ്. ഈ തിരഞ്ഞെടുപ്പിന് ഇപ്പോഴുള്ള സീറ്റ് കുറയാതെ നിലനിൽക്കാനാവും ഒവൈസി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ കഴിഞ്ഞ ഇലക്ഷൻ പോലെയല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഈ അടുത്ത് നടന്ന അസംബ്ലി ഇലക്ഷനിൽ വന്ന രേവന്ത് റെഡ്ഡി എഫക്റ്റും കോൺഗ്രസിന് തിരിച്ചുവരവും BRSന്റെ തകർച്ചയുമെല്ലാം സ്ഥിതിഗതികൾ മാറ്റിയേക്കാം. KCRന്റെ മകളായ കവിതയുടെ മദ്യ എക്സൈസ് നയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റും BRSന്റെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലെ തോൽവിയുമെല്ലാം BJPക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. നരേന്ദ്രമോദിയുടെയും BJPയുടെയും തന്ത്രമാണ് മകളെ കുടുക്കാനുള്ള കാരണമെന്നാണ് അന്ന് KCR പറഞ്ഞിരുന്നത്. BRSനെ മൂന്നാമതേക്ക് തള്ളി 1ഓ 2ഓ സ്ഥാനത്തേക്ക് എത്തി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാവും BJPയുടെ ശ്രദ്ധ. രേവന്ത് റെഡ്ഡിയുടെ പ്രഭാവത്തിൽ കോൺഗ്രസിന് നിലവിൽ 1ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇലക്ഷനോടനുബന്ധിച്ച് റാലികളും നടത്തുകയാണ് കോൺഗ്രസ്. മോദിയും ഇലക്ഷനോടനുബന്ധിച്ചുള്ള സന്ദർശനങ്ങൾ നടത്തുകയാണ് തെലങ്കാനയിൽ. മത്സരം കോൺഗ്രസും BJPയും തമ്മിലാവുമെന്ന ഒരു പക്ഷത്ത് വാദങ്ങൾ ഉയരുമ്പോൾ, മറുവശത്ത് കഴിഞ്ഞ തവണ 9 സീറ്റുകൾ നേടി 1ാം സ്ഥാനത്ത് നിന്ന് BRS പിന്തള്ളപ്പെടില്ല എന്ന പ്രതീക്ഷയുമുണ്ട്. ഇലക്ഷൻ അടുക്കുമ്പോൾ മത്സരം 3 പേർ തമ്മിലാവുമെന്നത് എന്തായാലും ഉറപ്പാണ്. രേവന്ത് വേഴ്സസ് KCR വേഴ്സസ് മോദി. ആരാവും ജയിക്കുക?